സാധാരണ നമ്മൾ എല്ലാ വെള്ളിയാഴ്ചയും ഒന്നാമത്തെ ഖുതുബ അവസാനിക്കുമ്പോൾ ഒരു ആയത്ത് ഓതിയിട്ടാണ് ഖുതുബ അവസാനിക്കുന്നത്. ഏതാണ് ആയത്ത്? യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലൂ ഖൗലൻ സദീദാ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അലീമാ. ദിവസങ്ങളോളം വിശദീകരിക്കേണ്ട ആയത്താണ്. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, അല്ലാഹ് നിങ്ങൾ സൂക്ഷിക്കണം. തഖ്വ ദിവസങ്ങളോളം വാദാൻ തീരൂല. കാരണം തഖ്വ ഒരുപാട് ഗ്രേഡുകളുണ്ട്. മഹാന്മാരുടെ തഖ്വ അല്ല നമ്മുടെ തഖ്വ. അള്ളാഹുലേക്ക് ആത്മീയ ഉയർന്നതനുസരിച്ച് തഖ്വയുടെ ഡെഫിനിഷൻ മാറിക്കൊണ്ടേയിരിക്കും. ഒറ്റനോട്ടത്തിൽ നമുക്ക് പറയാം തഖ്വ എന്ന് പറഞ്ഞാൽ എന്താ, ചുരുക്കി നമുക്കൊന്ന് പറയാം, അള്ളാഹ് കൽപ്പിച്ച കാര്യങ്ങളൊക്കെ ചെയ്യുക, അള്ളാഹ് വിരോധിച്ച കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കുക. അതാണ് തഖ്വ. അത് വിശദീകരിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവുക തഖ്വ എന്താണെന്നുള്ളത്. അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നൊക്കെ പറയും നമ്മൾ. അള്ളാഹിനെ സൂക്ഷിച്ച് ജീവിക്കുക, അള്ളാഹ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുക, കേൾക്കുക, ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് പൂർണ്ണമായി മാറിക്കുക. അപ്പോഴേ തഖ്വ ഉള്ളൂ. മനസ്സിൻ്റെ ക്ലിയറൻസാണ് തഖ്വ. അതിൻ്റെ മറ്റൊരു വിശദീകരണമാണ് മനസ്സിൻ്റെ ക്ലിയറൻസ്. അത്തഖ്വ ഹാഹുന എന്ന് മുത്തനബി പറഞ്ഞിട്ടുണ്ട്. തഖ്വ ഇവിടെയാണ്. ഹൃദയത്തിലേക്ക് ചൂണ്ടിയിട്ടാണ് നബി തങ്ങൾ 3 വട്ടം ഹൃദയത്തിലേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു തഖ്വ ഇവിടെയാണ്. മനസ്സ് ശുദ്ധിയാവുക, ഇബർ, ഹസദ്, ഉജ്ബ്. എന്നിട്ട് പറയുന്നു വഖൂലൂ ഖൗലൻ സദീദാ, വഖൂലു, നിങ്ങൾ പറയണം, ഖൗലൻ സദീദാ, സദീദായ ഖൗല് നിങ്ങൾ പറയണം. എന്താ സദീദായ ഖൗല്? ധാരാളം തഫ്സീറുണ്ട് അതിന്. ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ വർത്താനം പറയേണ്ടവരോട് പറയേണ്ട റേഞ്ചിലും പറയേണ്ടതനുസരിച്ചും കൃത്യമായി വളച്ചുകെട്ടില്ലാതെ സത്യസന്ധമായി പറയാം. എല്ലാവരോടും ഒരേ രീതി സംസാരിച്ചാൽ പറ്റുമോ? പറ്റൂല. ഉസ്താദന്മാരോട് സംസാരിക്കാൻ ഒരു റൂട്ടുണ്ട്. അതേപോലെ മുതിർന്നവരോട് സംസാരിക്കാൻ ഒരു ശൈലിയുണ്ട്. ഭർത്താവിനോട് സംസാരിക്കാൻ ഒരു ശൈലിയുണ്ട്. ഭാര്യയോട് സംസാരിക്കാൻ ഒരു ശൈലിയുണ്ട്. നമ്മുടെ അത്ര പ്രായമില്ലാത്ത ആൾ സംസാരിക്കാൻ മറ്റൊരു ശൈലിയൊക്കെ ചിലപ്പോൾ സ്വീകരിക്കുക. പെണ്ണുങ്ങളോട് വർത്താനം പറഞ്ഞാൽ അയൽവാസിയായ പെണ്ണോട് പറഞ്ഞാൽ ചിലപ്പോൾ റേഞ്ച് ചിലപ്പോൾ മാറാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ഓരോരുത്തർക്കനുസരിച്ച് കൃത്യമായി സംസാരിക്കണം. മൂത്തവരോട് സംസാരിക്കുമ്പോൾ, മുതിർന്നവരോട് സംസാരിക്കുമ്പോൾ, നമ്മളെക്കാൾ പ്രായം ഇല്ലാത്തവരോട് സംസാരിക്കുമ്പോൾ, ഈ പ്രായമില്ലാത്ത ഒരു മുതിർന്ന ആളെന്ന് എന്താടാന്ന് ചോദിച്ചാൽ പ്രായമില്ലാത്ത ആളെന്ത് ചെയ്യരുത്, എൻ്റെ പ്രായമുള്ള ആളാണല്ലോ അയാൾ, ഇപ്പം എന്നെ എന്താടാന്ന് വിളിക്കാൻ അധികാരം ഉണ്ടെന്ന് ഈ കുട്ടി മനസ്സിലാക്കണം. അങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ ഖൗലൻ സദീദ, ഇത് വേണം. ഇതുണ്ടായ ഒരുവിധം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. വാക്കുകളാണ് പ്രശ്നം. ഓരോ വാക്കുകളും പറയേണ്ടവരോട് പറയേണ്ട വിധത്തിൽ പറയാതിരിക്കുമ്പോൾ പ്രശ്നങ്ങളുണ്ടാവും. അത് ഒന്നാമത്തെ പ്രശ്നം ഫാമിലി തന്നെ ഉണ്ടാവാം. പെണ്ണുങ്ങളോടുള്ള വർത്താനം ഒന്ന് തെറ്റിയാൽ മതി, തിരിച്ചിങ്ങോട്ട് പറഞ്ഞത് ഒന്നോ ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടായാൽ ചിലപ്പോൾ അതും മതി, വലിയ കലാപങ്ങളുണ്ടാവും. മക്കളോട് പറയേണ്ടത് തിരിച്ച് മക്കൾ വാപ്പാനോട് പറയുമ്പോൾ ചെറിയ അപമര്യാദ, വാപ്പാക്ക് ദേഷ്യം പിടിച്ചു. എല്ലാം വളരെ സന്ദർഭത്തിനനുസരിച്ച് കണ്ണിങ്ങായി പറയേണ്ട വിധത്തിൽ ഏറാനും കുറയാനും പാടില്ലാതെ പാകമായി സംസാരിക്കണം. ഖുർആന്റെ നിർദ്ദേശമാണ്. എന്നാൽ നല്ല ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും, നല്ല കുടുംബ ബന്ധങ്ങളുണ്ടാകും, നല്ല അയൽബന്ധങ്ങളുണ്ടാകും, നല്ല ഫ്രണ്ട്ഷിപ്പ് നമുക്ക് നിലനിർത്താൻ പറ്റും. കമ്മിറ്റിയിൽ പ്രശ്നങ്ങളുണ്ടാവില്ല, സംഘടനയിൽ പ്രശ്നം ഉണ്ടാവില്ല. സംഘടനയുടെ പ്രസിഡന്റ് ഒരു തങ്ങളാണ്, സെക്രട്ടറി ഒരു മാഷാണ്. അപ്പോൾ മാഷിന് തോന്നാണ് ഞാൻ സെക്രട്ടറി അല്ലേ, ചിലപ്പോൾ തങ്ങളോട് എന്ത് ചെയ്യും, അപ്പോൾ മര്യാദയിൽ ചിലപ്പോൾ സംസാരിക്കുമ്പോൾ തങ്ങൾക്ക് തോന്നും എത്ര ഇയാളിങ്ങനെ. അല്ലെങ്കിൽ പ്രസിഡന്റിനോട് ചോദിക്കാതെ മീറ്റിങ്ങിൽ വിളിക്കുക, ഒന്ന് ജസ്റ്റ് ചോദിക്കണ്ടേ. അപ്പോൾ ഇയാൾക്ക് അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യണം, ഒന്ന് കൂടി ആലോചിച്ച് നമുക്ക് മീറ്റിംഗ് വിളിക്കലൊക്കെ ചോദിച്ച് എല്ലാവർക്കും പറ്റിയ ഡേറ്റൊക്കെ നോക്കിയിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് കൂടി ആലോചിച്ച് ആ വർത്താനം മട്ടത്തിലായാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അത് എത്ര വലിയ പ്രശ്നമാണെങ്കിലും സംസാരിക്കേണ്ട വിധത്തിൽ മാന്യമായി സംസാരിച്ചാൽ ഒട്ടുമിക്ക പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും. ഇത് സംസാരത്തിലൊന്ന് ഏറെ കുറയാ, ഇതാണ് പ്രശ്നം. അല്ലാഹു തആല നമുക്കൊക്കെ നല്ല വിധത്തിൽ സംസാരിക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ. ഖൗലൻ സദീദ, മറ്റൊരർത്ഥാണ് സത്യസന്ധമായി സംസാരിക്കുക. കളവ് പറയരുത്, സത്യമേ പറയാവൂ, എന്നാ കുടുങ്ങൂല. ഇന്ന സിദ്ഖ തുമൈനീനത്തുൻ, ഹദീസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ മനസമാധാനാണ്. പിന്നെ അത് പൊളിയോന്നുള്ള പേടില്ല. ഒരാൾ സത്യം പറഞ്ഞ് ശീലിക്കണം എന്നാ. സത്യം പറഞ്ഞ് സത്യം പറഞ്ഞ് ശീലിച്ച് പറഞ്ഞ് കളവൊക്കെ ഇങ്ങനെ പറയാൻ പല അവസരങ്ങളുണ്ടാകും. അവിടൊക്കെ കളവ് പറയാതെ സത്യം പറഞ്ഞ് നമ്മൾ കുറച്ച് കാലങ്ങളുടെ സത്യസന്ധരായി മുന്നോട്ട് പോയാൽ അദ്ദേഹത്തെക്കുറിച്ച് അല്ലാഹു തആല രേഖപ്പെടുത്തും. എന്താ രേഖപ്പെടുത്തുക? സിദ്ദീഖിനെ രേഖപ്പെടുത്തും. അതോടുകൂടാണ് സ്വർഗത്തിലേക്ക് എത്തുന്നത്. അല്ലാഹു തആല വിഭാഗത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ. കളവ് പറഞ്ഞ് ശീലിച്ചാലോ ആദ്യം ചെറിയ കളവ് പറയും, പിന്നെ ആ കളവ് പൊളിയെന്ന് കാണുമ്പോൾ അതിനെ ന്യായീകരിക്കാൻ 2 കളവ് കൂട്ടിപ്പറയും.
അങ്ങനെ പറഞ്ഞ് കളവ് പറഞ്ഞ് പിന്നെ നാട്ടുകാരോടായ അയൽവാസി എല്ലാവരോടും പറഞ്ഞ് ലാസ്റ്റ് ഇദ്ദേഹത്തെക്കുറിച്ച് കദ്ദാബ എന്ന് രേഖപ്പെടുത്തുന്ന ഹദീസിൽ കാണാം. കളവ് നരകത്തിലേക്ക് നയിക്കും, കളവ് തമ്മാടിത്തരത്തിലേക്ക് നയിക്കും, ഫുജൂറിലേക്ക് നയിക്കും. ആ ഫുജൂർ നരകത്തിലേക്ക് നയിക്കുമെന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നബി തങ്ങൾ പറയുന്നു, ഫഇന്ന സിദ്ഖ തുമഇനീന വൽ കദിബ റീബ. കളവ് പറഞ്ഞാൽ എപ്പോഴും ഒരു ബേജാറാ, പൊളിയോ പെടോ മാറ്റി പറയേണ്ടി വരുമോ, പെടോ എന്നുള്ള ബേജാറുണ്ടാവും. ഫഇന്നൽ കദിബ റീബ. അതുകൊണ്ട് സത്യസന്ധമായി സംസാരിക്കുക. വഖൂലു ഖൗലൻ സദീദ. ഇനിയും വേറെ കുറേ തഫ്സീറുണ്ട്, 2 തഫ്സീറാണ് പറഞ്ഞു. ബഹുമാനപ്പെട്ട ഇക്രിമ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് വേറെ തഫ്സീറാണ്. ഖൗലൻ സദീദ എന്ന് പറഞ്ഞാൽ ഐ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അതുകൊണ്ടുള്ള ഉദ്ദേശം. മറ്റൊരു തഫ്സീറാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് കുറേ നമ്മൾ ചൊല്ലണം. ഏറ്റവും വലിയ സത്യസന്ധമായ ഒരു പ്രഖ്യാപനമാണെന്ത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ, ഒരു ദൈവവും ഇല്ല, ഒരു ഇലാഹും ഇല്ല, ഇല്ലല്ലാഹു, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹൻ അല്ല മാത്രമാണ്, വേറെ ഒരു ദൈവവും ഇല്ല. മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദ് അള്ളാഹുവിൻ്റെ ദൂതനാണ്. അള്ളാഹു എന്നുള്ള മെസ്സേജുകൾ, അള്ളാഹു എന്നുള്ള അറിയിപ്പുകൾ നമ്മളിലേക്ക് എത്തിച്ചു തരുന്ന ദൂതനാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് അപ്പോൾ അതിന് ഏറ്റവും ലളിതമായൊരു അർത്ഥം. ഇനി വിശദീകരണമുണ്ട്. ഈ ഒരു ചെറിയ ലളിതമായ അർത്ഥം പോലും നമുക്കും നമ്മുടെ കുട്ടികൾക്കൊന്നും അറിയുകയില്ല എന്ന് പറയുമ്പോൾ പിന്നെ എന്തിനാ നമ്മൾ മുസ്ലിമാണെന്നും പറഞ്ഞ് നടക്കണേ? അതുകൊണ്ട് വഖൂലൂ ഖൗലൻ സദീദാ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പരിശുദ്ധമായ തൗഹീദിൻ്റെ വചനം നിങ്ങൾ ചൊല്ലണേ. അതങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് ധാരാളം ചൊല്ലുക. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അതാണ് അഫ്ളലു ദിക്ർ. അത് ചൊല്ലുമ്പോൾ നമ്മൾ നന്നാകുന്നതാണ്. അല്ലാഹു തആല ധാരാളമായി ചൊല്ലാൻ, മരിക്കുന്നതിന് മുമ്പ് സ്വന്തം മരിച്ച നാട്ടുകാർ ചിലപ്പോൾ ചൊല്ലും, നാട്ടുകാർ കുടുംബക്കാരൊക്കെ പാടി ചൊല്ലിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലും. ചിലപ്പോൾ അത് ലാ ഇലാഹ ഇല്ലല്ലാഹു ആയിട്ടുണ്ടാവില്ല, അതിൻ്റെ മഖ്റജിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അത് ചൊല്ലേണ്ട വിധത്തിൽ ശരിക്കും മനസ്സറിഞ്ഞ് മരിക്കുന്നതിന് മുമ്പ് നമുക്ക് സ്വയം 70,000 വട്ടം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിത്തീർക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതിന് മുമ്പ് അള്ളാഹു തആല നമ്മൾ ആരും മരിപ്പിക്കാതെ നിൽക്കട്ടെ. 70,000 വട്ടം ആത്മാർത്ഥമായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാൽ നരകത്തിന് പോകൂല എന്നുണ്ട്. തൗഫീഖും വേണം. നാട്ടുകാരൊക്കെ ചൊല്ലി നമുക്ക് ഉറപ്പിക്കാനൊന്നും പറ്റില്ല. ചില ആൾക്കാർ ഹദിയ ചെയ്തിട്ടില്ലെങ്കിലോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് നാട്ടുകാരൊക്കെ പാടെ കൂടി ചൊല്ലി മനസ്സുകൊണ്ട് ഇയാൾ ഹദിയ ചെയ്തില്ല, ഇയാൾക്ക് കിട്ടട്ടെ, കിട്ടൂല. ഈ ചൊല്ലുന്ന ആൾ കരുതണം, ഞാൻ ചൊല്ലിയ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്ന വ്യക്തിക്ക് അത് കിട്ടണം, അതിൻ്റെ മിസ്ൽ സവാബ് ഇന്ന ആൾക്ക് കിട്ടണം, നിയത്ത് വെക്കണം എന്നതിൽ ഒരു പണ്ഡിതന്മാർക്കിടയിൽ ഖിലാഫില്ല. പിന്നെ ചില പണ്ഡിതന്മാർ നിയത്ത് വെച്ചാലും പോരാ, ദോർക്കണം എന്ന് വരെ പറഞ്ഞ ആൾക്കാരുണ്ട്. ഖുർആൻ ഓതിയ മാത്രം പോരാ, ഖുർആൻ ഓതിയ കൂലി മരിച്ച ആൾക്ക് കിട്ടണമെന്ന് എന്ത് ചെയ്യണം? ഞാൻ ഓതിയ ഖുർആൻ്റെ മിസ്ൽ സവാബ് ഇന്ന വ്യക്തിക്ക് എത്തിക്കണേ എന്ന് പറഞ്ഞ് ദോർന്നാലേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞ് ഇമാമികൾ നമ്മുടെ മദ്ഹബ് തന്നെ ഉണ്ട്, ഷാഫി മദ്ഹബ് തന്നെ അഭിപ്രായമുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ചിലപ്പോൾ നാട്ടുകാർ ചൊല്ലിയിട്ടുണ്ടാവും, കിട്ടിക്കോളണമെന്നില്ല. അതുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ് നമുക്ക് ചൊല്ലണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. വഖൂലു ഖൗലൻ സദീദാ യുസ്ലിഹ് ലക്കും അഅമാലക്കും. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അല്ലാഹു തആല നന്നാക്കി തരും, നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കും. നല്ല കാര്യങ്ങൾ ചെയ്യാൻ തൗഫീഖുണ്ട്, അത് മറ്റൊരു അർത്ഥം തന്നെ. യുസ്ലിഹ് ലക്കും അഅമാലക്കും, നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് തൗഫീഖ് ഉണ്ടാകും. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അല്ലാഹു തആല നന്നാക്കി തരും. പല വിഷയങ്ങളും പലർക്കും ഉണ്ടാകും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങളൊക്കെ അല്ലാഹു തആല പുറത്തു തരും. തഖ്വ ചെയ്തോളി, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കോളി. പറയേണ്ടത് പറയേണ്ടവരോട് പറയേണ്ട വിധത്തിൽ, പറയേണ്ട സന്ദർഭത്തിനനുസരിച്ച് ഏറാതെ കുറയാതെ കൃത്യമായി പറഞ്ഞോളി. എന്നാൽ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നന്നാകും, നിങ്ങളുടെ പാപങ്ങളൊക്കെ പുറത്തു തരും. വമയുത്തിഇല്ലാഹ വറസൂല, ആരെങ്കിലും അല്ലാഹുവിനും അവൻ്റെ റസൂലിന് വഴിപ്പെട്ടോ ഫഖദ് ഫാസ ഫൗസൻ അളീമാ, അവൻ വമ്പിച്ച വിജയം നേടിയവനാകുന്നു. അവിടെ നിന്ന് വിശദീകരിക്കണില്ല. വമയുത്തിഇല്ലാഹ വറസൂല ലളിതമായ അർത്ഥം വെച്ചു. അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും ആരൊക്കെ വഴിപ്പെട്ടോ, അവർ പറഞ്ഞത് ആരൊക്കെ കേട്ടോ, ഫഖദ് ഫാസ, തീർച്ചയായും അവൻ വിജയിച്ചിരിക്കുന്നു. ഫൗസൻ അളീമാ, വമ്പിച്ച വിജയം. അല്ലാഹു തആല നിലക്ക് വിജയിക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ.